സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ 6ാമത്തെ ആഴ്ചയിലൂടെ നാം കടന്നു പോവുകയാണ്. ഈ വ്യാഴാഴ്ച നമ്മൾ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്. പക്ഷേ തിരുനാളായിട്ട് ഞായറാഴ്ചയാണ്, ജൂൺ 1-ാം തീയതി, 8-ാം തീയതി പെന്തക്കോസ്താ തിരുനാൾ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ആഗോള സഭയിലെ തിരുവചനങ്ങളോട് ഓർപ്പിക്കുന്നതും അറ്റ്ലാന്റയിൽ നിന്ന് സാലി വൈസ് നമ്മൾ ഓർപ്പിച്ചതും യേശുവിൻ്റെ നമ്മുടെ ഇടയിലുള്ള സാന്നിധ്യം നാം അറിയണമെന്നുള്ളൊരു ചിന്തയാണ്. ആഗോള സഭയിൽ 1ാമത്തെ വായന വിശുദ്ധ കുർബാനയിൽ നിന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാമത്തെ അധ്യായം 22 തൊട്ടാണ്. അവിടെ നമ്മൾ വായിക്കുന്ന പൗലോസ് ആഥൻസിലായിരുന്നപ്പോൾ അരയോപ്പ നഗരത്തിലൂടെ കടന്നുപോയപ്പോൾ ഒത്തിരി ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവർ നമുക്കറിയാം, ഈ ഗ്രീക്കുകാർ ഒത്തിരി ഫിലോസഫിയുടെ ആൾക്കാരായിരുന്നു. അരിസ്റ്റോട്ടലും പ്ലേറ്റോയും ഒക്കെ അങ്ങനെയുള്ളവർ. അപ്പോൾ അവർ വലിയ തത്വചിന്തകരായിരുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിയിലും യുക്തിയിലുമുള്ള കാര്യം, ആത്മീയ കാര്യങ്ങളെക്കുറിച്ചല്ല, അവരിങ്ങനെ ബുദ്ധിയിലും യുക്തിവാദികൾ എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിലായിരുന്നു. അപ്പോൾ പൗലോസിന് അത് കണ്ട് ഒത്തിരി ദുഃഖം തോന്നി, ഈ ജനങ്ങൾ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം, അതായത് കടന്നുപോയപ്പോൾ അവിടെ ഒരു സ്റ്റാച്യു, ഒരു വിഗ്രഹം ഇരിക്കുന്നതിൻ്റെ അടിയിലിരിക്കുന്ന അജ്ഞാത ദേവൻ എന്നാണ്. എന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ ഒത്തിരി ദൈവങ്ങളെ കണ്ടുപിടിച്ച് അവർ അതേക്കുറിച്ച് പഠിച്ചും പ്രവചിച്ചും അല്ലെങ്കിൽ പഠിപ്പിച്ചുമൊക്കെയായിരുന്നു അവരുടെ സമയം പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടി ആൾക്കാർ ഒന്നിച്ച് പഠിക്കാൻ വലിയ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ പൗലോസ് ഇത് കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് കൊടുത്തിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ അവിടെ ഒരു രൂപം ഞാൻ കണ്ടു, അതിൻ്റെ അടിയിലിരിക്കുന്ന അജ്ഞാത ദേവനെന്നാണ്. എന്ന് പറയാൻ നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത, പുതുതായിട്ട് കണ്ടുപിടിക്കാതെ ഇനിയും കണ്ടുപിടിക്കപ്പെടാനുള്ള ദൈവം എന്നാണ്. അപ്പോൾ പൗലോസ് വളരെ സമർത്ഥമായിട്ട് അതേക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു ദേവനെക്കുറിച്ചാണ്, ഇതുവരെ നിങ്ങൾക്ക് അറിവില്ലാത്ത അജ്ഞാതനായ ഒരു ദേവൻ. എന്നിട്ട് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ച്, ദൈവ മനുഷ്യനായിട്ട് വന്നതും ഒക്കെ ഉള്ളൊരു സംഗതിയോട് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അജ്ഞാത ദേവൻ. നമ്മൾ ഇപ്പോൾ അമേരിക്കയിൽ നമുക്കറിയാം, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്ന ഈ ദേശത്ത് അമേരിക്കയിൽ വന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ മക്കളുടെ വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ ഇവിടെ കുടിയേറി അമേരിക്കയിൽ. നമുക്കറിയാം, കഴിഞ്ഞ 25 വർഷം മുമ്പാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് സീറോ മലബാർ സഭ ഉണ്ടായത്. നമ്മൾ അതിൻ്റെ ജൂബിലി വർഷമാണിത്. 25 വർഷമായിട്ട് ഉണ്ടായതിൻ്റെ ജൂബിലിയിലൂടെ കടന്നു പോകണം, നമ്മൾ ജൂബിലി വർഷമാണിത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിനായിട്ട് കഴിഞ്ഞ വീക്കെൻഡിൽ നമുക്ക് ന്യൂജേഴ്സിയിലെ സോമർസെറ്റിൽ നടന്ന വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ കോൺഗ്രസ്, അത് തുടക്കമായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഇനി നമ്മളിങ്ങനെ പോവുകയാണ് ഒരു ജൂബിലി വർഷമായിട്ട്. അപ്പോൾ ഏതാണ്ട് എനിക്ക് ചിന്ത പരിശുദ്ധാത്മാവ് എന്താണ്, നമ്മൾ കുർബാനയും മറ്റുള്ള കാര്യങ്ങളും പള്ളിയും സംഘടനകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ ഇന്നും നമുക്ക് യേശുക്രിസ്തു സക്രാരിയിൽ ഒരു അജ്ഞാത ദേവനായിട്ടിരിക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് പള്ളിയിൽ കുർബാന. പക്ഷെ നമ്മൾ വേണ്ട രീതിയിൽ അറിയാതെ ആരാധിക്കാൻ പറ്റാതെ കടന്നു പോകുന്ന ഒരു അജ്ഞാത ദേവനെ പോലെയാണോ ദിവ്യകാരുണ്യ ഈശോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് എന്നതാണ് ഈ കാലഘട്ടങ്ങളിൽ. കാരണം വിശുദ്ധ കുർബാനയെക്കുറിച്ചൊരു അവബോധം, ഇപ്പം നമ്മളുടെ ഇടവക പള്ളിയിലുള്ള വിശുദ്ധ കുർബാന നമ്മളതിൽ സജീവമായിട്ട് സാധിക്കുന്നതിലൊക്കെ പങ്കെടുക്കാനും, അതുപോലെ വിശുദ്ധ കുർബാന എവിടെയെങ്കിലും വിശുദ്ധ കുർബാനയുമായിട്ട് കേന്ദ്രീകൃതമായിരിക്കട്ടെ നമ്മളുടെ ജീവിതം എന്നൊരു ചിന്തയാണ്. അപ്പം ഈ കൂട്ടായ്മയെ സംബന്ധിച്ചോളമുള്ള ഒരു ആത്മീയ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചാണ്. കുഞ്ഞുനാൾ തൊട്ട് പള്ളിയിൽ വല്യമ്മയുടെ പോകുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വല്യമ്മ പള്ളിയിൽ പോകുമ്പോൾ ആ കൂടെ എൻ്റെ സഹോദരനെയും കൊണ്ടുപോയിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കുള്ള അനുഭവങ്ങളാണ്, അതറിയാം. പക്ഷേ അതേക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചവർ എൻ്റെ സാക്ഷി ഓർപ്പിച്ചവർ എൻ്റെ സഹോദരിയുടെ രോഗവും അതുമൂലം അവൾ ട്രീറ്റ്മെൻറ്റായി ചെന്നൈയിലായിരുന്നപ്പോൾ, അപ്പോൾ അവിടെ ഞങ്ങൾ കുടുംബം അങ്ങോട്ട് കടന്നു നിന്ന് അവിടെ ഒരു ചാപ്പലിൽ രാത്രിയിൽ വിശുദ്ധ കുർബാനയുടെ ആരാധനൻ്റെ പെങ്ങളും കുടുംബം മുഴുവൻ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ച ആ വിശുദ്ധ കുർബാനയുടെ ആരാധനയുമായി അല്ലെങ്കിൽ കുർബാന അർപ്പണം കുമ്പസാരം എന്ന കൂദാശയുമായിട്ട് കഴിഞ്ഞ രാത്രിയിൽ അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇന്ന് ഞാൻ എന്തെങ്കിലും ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ഒരു വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം കുഞ്ഞുനാളെ മാമോദിസ സ്വീകരിച്ചവരാണ്. പക്ഷെ നമ്മളിന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളിന്ന് കൂട്ടായ്മയെന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് പോകാം. പക്ഷേ ഇന്ന് അനേകർ
വിധിക്കുകയല്ല, കുറ്റം പറയല്ല, ആ ഒരു മേഖലയുണ്ട്. അപ്പോൾ നമ്മൾ വിശേഷിച്ച് അമേരിക്കയിൽ നമ്മൾ ഈ ഒരു ജൂബിലി വർഷത്തെ കടന്നു പോകുമ്പോൾ കൂടുതലായിട്ടൊന്ന് ഒരു അവബോധം വിശുദ്ധ കുർബാനയുമായിട്ടുള്ള കത്തോലിക്ക സഭയുടെ നമ്മുടെ തന്നെ കേന്ദ്രം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അതുപോലെ തന്നെ ദിവ്യകാരൻ യേശുവാണ്. അതേക്കുറിച്ച് ഒന്നുകൂടി കൂടുതലായിട്ട് ചിന്തിക്കാൻ, ആഴമായി ചിന്തിക്കാനുള്ള ഒരു സമയമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ കുർബാനയുടെ വായനയിൽ സുവിശേഷം ഈശോ യോഹന്നാൻ 16 പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലാണ്. അപ്പം ഈ ആദ്യ വായനയിൽ അപ്പോസ്തലർ 17 പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അജ്ഞതയുടെ, അത് വലിയൊരു എനിക്ക് തോന്നുന്നത്, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല, എന്നാൽ നിങ്ങൾ ഇപ്പോൾ നമ്മൾ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾ പശ്ചാത്തപിക്കണമെന്നും അവിടുത്തെ അറിയണമെന്നും അവിടുത്തെ ആരാധിക്കണമെന്നും ദൈവം ആജ്ഞാപിക്കുന്നതാണ്. പണ്ട് നമുക്ക് അറിയില്ലായിരുന്നു ഇത്രയൊന്നും. ആ കാലം ദൈവം കണക്കിലെടുക്കുന്നതല്ല. നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്ത് എന്തെല്ലാം നമ്മൾ ചെയ്തതൊന്നും ദൈവം നമുക്കെതിരെ കണക്കിടുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ യഥാർത്ഥ നല്ല അറിവോടെ ബോധ്യത്തോടെ നമ്മളത് വിശ്വസിക്കാനും മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ കുടുംബത്തിന് അതേക്കുറിച്ച് കൂടുതൽ സഭയ്ക്ക് സമൂഹത്തിന് കൂടുതൽ നമ്മൾ കൂട്ടായ്മയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായൊരു ജീവിതത്തിലേക്ക് അനേകരെ നയിക്കുവാനുള്ളൊരു കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതൊരു സഭയ്ക്ക് മുഴുവനുണ്ട്. അതിൽ പ്രത്യേക സഭയുടെ ഉള്ളിൽ നമ്മളൊരു കൂട്ടായ്മയായിരിക്കുമ്പോൾ അത് പ്രത്യേക ദൗത്യമായിട്ട് എനിക്ക് തോന്നിയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ എന്നെ പറഞ്ഞു 22 തൊട്ടുള്ള വചനമാണ്. അപ്പോൾ അതിനകത്ത് 17-ാമത്തെ അധ്യായത്തിൽ, അപ്പോൾ അതിനകത്ത് 27 പറഞ്ഞിരിക്കുകയാണ്, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ഞാൻ പറഞ്ഞ പോലെ ദൈവം കണക്കിലെടുത്താൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം നമുക്ക് അറിയില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ അറിയുന്നു. എന്താ? സത്യമായും യേശു ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന ആത്മീയ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. നമ്മളത് കാണുന്നത് ഒരു അപ്പമായിട്ടോ അല്ലെങ്കിൽ വീഞ്ഞൊക്കെ ആയിട്ടോ രൂപത്തിൽ കാണുന്നെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ആത്മീയമായിട്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഭാവീയമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ദൈവം അത് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. യേശു മത്തായി 26-ാമത്തെ വചനമാണ്. അന്ത്യത്താഴം സമയത്ത് യേശു അപ്പം എടുത്തുകൊണ്ട്, അല്ലെ നമുക്കറിയാം, യേശുവിൻ്റെ കയ്യിൽ യേശുവിൻ്റെ ശരീരമുള്ള ആ ശരീരത്തിൽ യേശു ഉണ്ട്. അപ്പം ഭൂമിയിൽ ശിഷ്യന്മാരോട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശു തൻ്റെ കയ്യിലൊരു അപ്പം എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉയർത്തി പിടിച്ചെന്ന് പറയുന്നത്, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇപ്പോൾ യേശുവിന് തൊട്ടടുത്തവർ 12 പേരും ആ അത്താഴമേശയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈശോ ഒരു അപ്പം എടുത്തിട്ട് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇരിപ്പുണ്ട്, എന്നാൽ ഇനി മുതൽ ഇതാണ് എൻ്റെ ശരീരം. അതുപോലെ തന്നെ പാനപാത്രം, ഇതാണ് എൻ്റെ രക്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ശരീരവും രക്തവും വലിയ ബന്ധമുണ്ടല്ലോ ശരീരത്തിൽ. അതായത് നമ്മളിങ്ങനെ ചിന്തിക്കുന്ന പോലെ ഒരു കാസായിൽ രക്തവും പിന്നെ പീലാസായിൽ ഒരു ശരീരവുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ല, അതൊന്നിച്ചാണ്. കാരണം ജീവനുള്ള, ഇത് എൻ്റെ ജീവനുള്ള ശരീരമാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ജീവൻ നമുക്ക് മാനുഷ്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ശരീരത്തിന് ജീവനുണ്ടെങ്കിൽ ആ ശരീരത്തിൻ്റെ ഉള്ളിൽ രക്തം ഓടുന്നുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, രക്തം ശരീരത്തിന് പുറത്താണെങ്കിൽ അതിന് ജീവനില്ല, ശരീരത്തിൻ്റെ ഉള്ളിലായിരിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രക്തവും ശരീരവും ഒന്നിച്ചാണ്, അല്ലെങ്കിൽ ഒരു ആത്മീയതയാണ്, ഭൗതികമതല്ല. യേശു ഇനി ആത്മാവിലേക്ക് മാറുമ്പോൾ, കുരിശൻ മരിച്ചു കഴിയുമ്പോൾ തൻ്റെ ദൗത്യം പൂർത്തിയാണ്. ഭൂമിയിൽ ശരീരം എടുത്ത് വന്ന പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്, അതായത് നമ്മുടെ ശരീരത്തിൽ വന്ന മനുഷ്യ ശരീരത്തിൽ സകല മനുഷ്യ ശരീരങ്ങളിലും വന്ന സകല പാപങ്ങൾക്കും പരിഹാരമായ പാപമില്ലാത്തവനായിട്ട് യേശു ദൈവം ശരീരം എടുത്ത് വന്നുകൊണ്ട് ശരീരത്തിൽ സഹിച്ച അതികഠോരമായ വേദനയും ശിക്ഷയും ഒക്കെ നമുക്ക് മനുഷ്യവർഗത്തിന് മുഴുവനും പരിഹാരമായിട്ട് പിതാവിന് മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. നല്ല ബലി അർപ്പകനായി, അർപ്പകനും അർപ്പണവും കുദാശ പിന്നെ ബലി വസ്തുവും ബലി അർപ്പകനുമായി യേശു മാറി. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച, ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ മരിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ ഭൂമിയിലെ ശരീരത്തിലുള്ള ദൗത്യം പൂർത്തിയായി. പിന്നീട് നമ്മൾ കാണുന്ന ഉത്ഥാനം ചെയ്ത കർത്താവിനെ കാണുന്നത് വേറെ രൂപത്തിലൊക്കെയാണ്, തൻ്റെ പഴയ രൂപത്തിലല്ല. വീണ്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, വീണ്ടും യേശുവിൻ്റെ ആ പഴയ രൂപം, ആ ശരീരം, അതാണ് അവർക്ക് അറിവുള്ള ശരീരം. ആ രൂപത്തിൽ കാണുന്നത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവിടെ യേശുവിനെ കൂടെ ഒരു അപരിചിതനെ പോലെ നടന്നുകൊണ്ട് വചനമൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഹൃദയം ജ്വലിച്ചു, പക്ഷേ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. 7 മൈൽ യാത്ര ചെയ്ത് യേശു കുറേ വചനങ്ങൾ പഴയ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ഒക്കെയുള്ള യേശുവിനെക്കുറിച്ചുള്ള വചനം മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചു. അപ്പോൾ ഹൃദയം ജ്വലിച്ചു. പക്ഷേ യേശു നമ്മൾ മനസ്സിലായി. അവസാനം നമ്മൾ കാണുന്ന ആ ഭവനത്തിലേക്ക് അവർ കയറിയപ്പോൾ യേശുവിനെ ക്ഷണിച്ചപ്പോൾ യേശു ആ കൂടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ യേശു അപ്പം എടുത്ത് അപ്പം എടുത്ത് ഭക്ഷിച്ചു മുറിച്ചു കൊടുന്നല്ലോ അവകാശം. അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ചു. അത് കുർബാനയാണ് എപ്പോഴും. കാരണം നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ
അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നാണ്. അന്നത്തെ ആദ്യം കുർബാനയെ വിളിച്ചിരുന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നാണ്. ഇന്ന് നമുക്കത് വിശാലമായ രീതിയിൽ അനേക രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ശരിക്കും യേശുവിൻ്റെ ശരീരമായ ആ കൂദാശ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അത് കുർബാന അർപ്പണം. യേശു അന്ത്യത്താഴ് സമയത്ത് ചെയ്ത അതേ പ്രവൃത്തി. പക്ഷെ നമുക്കറിയാം അവിടെ ഒരു കാര്യം ചെയ്ത് കർത്താവ് ഏറ്റവും പ്രധാനമായിട്ട് യോഹന്നാന് 13 പറയുന്നത്, യേശു അന്ത്യത്താഴ് സമയത്ത് താലത്തിൽ വെള്ളമെടുത്തുകൊണ്ട് നിലത്തിരുന്ന് അരയിൽ വേലക്കാരനെ പോലെ തുവാലയൊക്കെ ചുറ്റി ശിഷ്യന്മാരുടെ മുമ്പിലിരുന്നുകൊണ്ട് അവരുടെ കാല് പിടിച്ച് കാല് കഴുകുന്ന ഒരു അടിമയെ പോലെ എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമാണ് വിശുദ്ധ കുർബാന. നമുക്കിന്ന് വിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറുന്നില്ലെങ്കിൽ നമ്മളിൽ സ്നേഹം കുറവുള്ളത് കൊണ്ടാണ്. സ്നേഹം കുറവുള്ള ഇപ്പം നമ്മളെല്ലാവരോടും ക്ഷമിക്കുന്ന ഒരു മനസ്സ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന, എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മനസ്സ്, നമ്മളെ വേദനിപ്പിക്കുന്നവർ അത് അവരെല്ലാം അവർക്ക് മനഃപൂർവ്വമല്ല, അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ആ ജ്ഞാനം അവർക്ക് ആ പരിശുദ്ധാത്മാവിന് ജ്ഞാനം അവർക്ക് കിട്ടിയിട്ടില്ല. ദൈവം കൊടുക്കാത്തതല്ല, അത് സ്വീകരിക്കാനായിട്ടല്ലേ. അതാണ് നമ്മൾ അജ്ഞതയുടെ കാലഘട്ടം. ഇന്നും അനേകർ അജ്ഞതയുടെ കാലഘട്ടമാണ്. വിശുദ്ധ കുർബാന യേശു ഉണ്ടെന്ന് നല്ല ബോധ്യമൊന്നുമില്ല. പള്ളിയിൽ വരുന്നു, അവരിങ്ങനെ ചടങ്ങ് പോലെ കടന്നു പോകുന്നു എന്ന് വിധിക്കുകയല്ല. അപ്പോൾ ആ ഒരു ഇപ്പം നമ്മൾ 25 വർഷം ജൂബിലി അമേരിക്കയിൽ സിറോ മലബാർ സഭയുണ്ടായിട്ട് 25 വർഷം ആകുമ്പോൾ ഒരു ജൂബിലി വർഷമാണ്, വലിയ കൃപയുടെ വർഷമാണ്. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദിവ്യകാരുണ്യ സാന്നിധ്യം, യേശുവിൻ്റെ വിശുദ്ധ കുർബാനയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകാൻ, നമ്മൾ ആയിരിക്കുന്ന ഇടവകയിലെ സമൂഹത്തിലെ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാൻ, അതിൻ്റെ ഭാഗമായി തീരാൻ, അത് ഇല്ലാത്തിടത്ത് വിശുദ്ധ കുർബാനയുടെ ആ കുദാശ അനേകരുടെ ഉയർന്നു വരാൻ നമ്മളതിനു വേണ്ടി ആഗ്രഹിക്കണം. ഇത് വലിയൊരു മേഖലയാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഈശോ യോഹന്നാൻ 16 നിന്ന് ഓർപ്പിച്ചത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ യേശു പറയാണ്, അവൻ ഞാൻ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടോ അതെല്ലാം വീണ്ടും അവൻ നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിച്ചുകൊണ്ട് അവൻ നിങ്ങളെല്ലാം പഠിപ്പിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഞാൻ പഠിപ്പിച്ചതായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാമെന്ന്. അപ്പം വിശുദ്ധ കുർബാനയായി മാറിയ ഈശോ നമ്മുടെ ഇടയിൽ നിന്ന് വിശുദ്ധ കുർബാനയായി ജീവിക്കുന്ന ഈശോയാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞു, ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെയാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായിട്ട് വീണ്ടും ബ്രൂക്ലിനിലെ ഒരു പള്ളിയിൽ ദൈവാനുഭവത്തിന് ശേഷം ഒരു പള്ളിയിൽ വന്ന് ഇംഗ്ലീഷ് കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ലീലുവിന് ഒരു സ്വരമായി വിശുദ്ധ കുർബാന ഇംഗ്ലീഷിൽ നടക്കുമ്പോൾ അവിടെ ബലിവേദിയിൽ നിന്നും മലയാളത്തിലെ പള്ളിക്കകത്ത് ഞങ്ങൾ മാത്രമുള്ള മലയാളികളെന്നും എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എല്ലാ ദിവസവും പള്ളിയിൽ പോലും കുർബാനയെ പങ്കെടുക്കാൻ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഇംഗ്ലീഷിൽ കുർബാന നടക്കുമ്പോൾ ലീലു മലയാളത്തിൽ കേൾക്കണം. പള്ളിക്കകത്തുനിന്ന് ആരോ വലിയ എക്കോ പോലെ, പിതാവേ അവിടുത്തെ രാജ്യം വരണമേ, അവിടുത്തെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമി മുഴുവനും ആകണമേ എന്നുള്ള ഈശോ സ്വർഗസ്വനായ പിതാവെന്ന് പഠിപ്പിച്ച ആ വചനം കേട്ടു. അപ്പോൾ എന്നോടത് പറഞ്ഞു. അന്ന് ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലായി അത് ഈശോയുടെ ആഗ്രഹമാണ്. ഈശോയാണല്ലോ പ്രാർത്ഥന പഠിപ്പിച്ചത്. വിശുദ്ധ കുർബാനയിൽ ഈശോ തന്നെ വിളിച്ചു പറയുന്ന ഒരു വചനം അയച്ചതാണത്. അത് നമ്മൾ ഈ കൂട്ടായ്മയ്ക്ക് പിന്നീട് പിതാവേ അവിടുത്തെ രാജ്യം വരണമേ എന്നുള്ള പേര് തന്നെ ഇട്ടത്. ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മളെ ചുമ്മാ ഇങ്ങനെയൊന്നുമല്ല, നമ്മളിങ്ങനെ അമേരിക്ക വന്നിങ്ങനെയൊന്നുമല്ല, നമ്മളെ ശരിക്കും വ്യക്തമായിട്ട് യേശു തന്നെ അപ്പസ്തോലന്മാരെയൊക്കെ അന്ന് വിളിച്ച പോലെ, മത്തായിയെ വിളിച്ചതുപോലെ, കുറവുള്ള ചുങ്കസ്ഥലത്തിരുന്ന മത്തായിയെ വിളിച്ചത്, നല്ല യോഗ്യതയൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളെയും പലപ്പോഴും അതിനെനിക്ക് യോഗ്യതയുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ യോഗ്യതയല്ല, യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിലൂടെ അമേരിക്കയിൽ സിറോ മലബാർ സഭ കടന്നു പോകുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അറിവിലേക്ക് വരാം. അവനിന്ന് മരിച്ചു ജീവിക്കുകയാണ്. തോമാശ്ലീഹ പറഞ്ഞാൽ, എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമുക്ക് അവൻ്റെ രൂപത്തിൽ കാണാൻ പറ്റുന്നില്ല, പക്ഷെ സത്യമായും അവൻ തന്നെ ആത്മാവായി നമ്മുടെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരികയാണ്. അല്ലേ, വാ യേശുനാഥ എന്നുള്ള പാട്ടിലൊക്കെ, വേണ്ട പോകരുത് നാഥ, ഞാൻ എന്നെ ഒരുക്കാം, എൻ്റെ ഹൃദയം ഒരു ഭൂമണ്ഡപമാക്കി നിനക്ക് വന്ന് എൻ്റെ ഉള്ളിലായിരിക്കാനായിട്ട് എന്നെ ഒരുക്കാം, എൻ്റെ ആത്മാവിൽ നീ വന്ന് വസിക്കാൻ, ആത്മീയ വ്യക്തിയായി ഉത്ഥാനം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈശോയെ എൻ്റെ ആത്മീയതയിലേക്ക്. നമ്മുടെ ആത്മീയത ഒരു വ്യക്തിത്വമാണ്, നമ്മുടെ ആത്മാവിലേക്ക് വന്ന് വസിക്കണമേ. കഴിഞ്ഞ ചിന്തിച്ച് യോഹന്നാൻ 14:23 ഈശോ പറഞ്ഞാണ്, എൻ്റെ വചനം പാലിക്കുന്നവരെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞങ്ങൾ പിതാവും പുത്രനും നിങ്ങളിൽ വാസമുറപ്പിക്കും. നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആത്മാവായി നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.